നമസ്കാരം. ഓ ഓ കുജനം രാമരാമേതി മധുരം മധുരാക്ഷരം ആരുഹ്യ കവിതാശഖം വന്ദേ വാൽമീകികോകിലം. രാമായ രാമഭദ്രായ രാമചന്ദ്രായ വേധസേ രഘുനാഥായ നാഥായ സീതായ പതയേ നമഃ. മനോജവം മാരുതതുല്യവേഗം ജിതേന്ദ്രിയം ബുദ്ധിമതാം വരിഷ്ടം വാതാത്മജം വാനരയൂഥമുഖ്യം ശ്രീരാമദൂതം ശരണം പ്രപദ്യേ. ശ്രീമദ് വാൽമീകി രാമായണം ആരണ്യകാണ്ഡം സർഗം 31. ഇപ്പോൾ അതിബലവാനായ ഖരനെ ശ്രീരാമൻ വധിച്ചിരിക്കുകയാണ്. അപ്പോൾ അകമ്പനൻ യുദ്ധത്തിനായി പുറപ്പെട്ടു. രാവണ സഹോദരനായ അകമ്പനൻ വന്ന് ശ്രീരാമൻ്റെ ശരീര സൗന്ദര്യത്തെപ്പറ്റിയും ബാഹുബലത്തെപ്പറ്റിയുമൊക്കെ രാവണനെ ഓർമ്മിപ്പിക്കുകയാണ്. ശ്രീരാമൻ സാമാന്യക്കാരനല്ല, സിംഹതുല്യനാണ്, വിരിഞ്ഞ തോളോടുകൂടിയവനാണ്. അതുപോലെ തന്നെ കാർവർണ്ണനും യശസ്വിയുമൊക്കെയാണ് ദശരഥപുത്രൻ എന്ന് രാവണനെ അറിയിക്കുന്നു. രാവണൻ അപ്പോൾ അതീവ കോപിഷ്ഠനാകുന്നു. അപ്പോൾ അകമ്പനോട് ചോദിക്കുകയാണ് രാവണൻ, ആ രാമൻ ദേവേന്ദ്രനോടും സകല ദേവന്മാരോടും കൂടിയാണോ ജനസ്ഥാനത്തെത്തിയിരിക്കുന്നത് എന്ന് ചോദിക്കുന്നു. അടുത്ത ശ്ലോകങ്ങളിലെ പ്രതിപാദ്യം നോക്കാം. ശ്ലോകം 14, സർഗം 31. രാവണസ്യ പുനർവാക്യം നിശമ്യ തദകമ്പനഃ ആചചക്ഷേ ബലം തസ്യ വിക്രമം ച മഹാത്മനഃ. രാവണൻ്റെ ഈ ചോദ്യം കേട്ട് അകമ്പനൻ ആ മഹാത്മാവിൻ്റെ വിക്രമങ്ങളെപ്പറ്റി വിവരിച്ചു. ശ്ലോകം 15. രാമോ നാമ മഹാതേജ ശ്രേഷ്ഠ സർവധനുഷ്മതാം ദിവ്യാസ്ത്ര ഗുണസമ്പന്ന പരം ധർമ്മം ഗതോ യുധി. വില്ലാളികളിൽ വെച്ച് ശ്രേഷ്ഠനായ ആ രാമനെന്നു പേരുള്ള തേജസ്വി, ദിവ്യാസ്ത്ര ഗുണങ്ങൾ ഏറെയുള്ളവൻ, യുദ്ധത്തിൽ പരമധർമ്മം പ്രാപിച്ചവൻ, ഇന്ദ്രതുല്യൻ ഒക്കെയാണ് ശ്രീരാമൻ. ശ്ലോകം 16. തസ്യാനുരൂപോ ബലവാൻ രക്താക്ഷോ ദുന്ദുഭിസ്വനഃ കനീയാൻ ലക്ഷ്മണോ ഭ്രാത രാകാശശി നിഭാനനഃ. ശ്ലോകം 16ൻ്റെ അർത്ഥം, അദ്ദേഹത്തിന് അനുരൂപനായി രക്താക്ഷനും പെരുമ്പറ സ്വനനുമായ ഭ്രാതാവുണ്ട്, പൂർണ്ണ ചന്ദ്രമുഖനായ ലക്ഷ്മണൻ. ശ്ലോകം 17. സതേന സഹ സംയുക്തഃ പാവകേന അനിലോ യഥാ ശ്രീമാൻ രാജവരസ്തേന ജനസ്ഥാനം നിപാതിതം. അഗ്നിയോട് കാറ്റ് ചേർന്ന പോലെയാണ് അയാൾ അദ്ദേഹത്തോട് യോജിച്ചിരിക്കുന്നത്. ശ്രീമാനായ ആ രാജവരനാണ് ജനസ്ഥാനത്തെ നശിപ്പിച്ചത്. 18, 19, 20 ശ്ലോകങ്ങൾ. നൈവ ദേവാ മഹാത്മാനോ നാത്ര കാര്യാ വിചാരണാഃ ശരാ രാമേണ തൂത്സൃഷ്ട്വാ രുക്മപുംഖാ പദതൃണഃ സർപ്പാ പഞ്ചാനനാ ഭൂത്വാ ഭക്ഷയന്തി സ്മ രാക്ഷസാൻ യേന യേന ജഗച്ഛന്തി രാക്ഷസാ ഭയകർഷിതാഃ.
തേന തേന സ്മ പശ്യന്തി രാമം ഏവാഗ്രതസ്ഥിതം ഇത്തം വിനാശിതം തേന ജനസ്ഥാനം തവാനഘ. 18, 19, 20 ശ്ലോകങ്ങളുടെ അർത്ഥം. മഹാത്മാക്കളായ ദേവന്മാരാരും കൂടെ ഇല്ല, അതിനെപ്പറ്റി ചിന്തിക്കേണ്ടതില്ല. രാമനാൽ ഉത്കൃഷ്ടങ്ങളായ പൊന്ന് കെട്ടിയവയും ചിറകുള്ളവയുമായ അമ്പുകൾ 5 തലപ്പാമ്പുകളായി രാക്ഷസരെ വിഴുങ്ങിക്കളഞ്ഞു. പേടിച്ചരണ്ട രാക്ഷസർ ഏതേത് വഴിക്ക് പാഞ്ഞുവോ അവിടെ രാമനെ തന്നെ മുന്നിൽ കണ്ടു. ഇമ്മട്ടിൽ അയാൾ അങ്ങയുടെ ജനസ്ഥാനത്തെ തകർത്തു. ലോകാ സമസ്ത സുഖിനോ ഭവന്തു.